മടിയില്ലാത്ത സർക്കാർ മുന്നോട്ട് ധനബില്ലിന്റെ കരട് പ്രസിദ്ധീകരിച്ചു. രാഷ്ട്രീയ വിവാദങ്ങൾ പുകയുമ്പോഴും വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവുമായി മുന്നോട്ടു പോകാൻ തന്നെ സർക്കാർ തീരുമാനം. നികുതി കുറയ്ക്കാൻ ശുപാർശ ചെയ്യുന്ന ധനബില്ലിന്റെ കരട് സർക്കാർ ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ചു. വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ വടംവലികൾക്ക് വഴി തുറക്കാവുന്ന ഈ ബില്ല് ജൂലൈ 1 നിയമസഭയിൽ അവതരിപ്പിക്കും. ബില്ല് നിയമസഭ പാസാക്കിയാലും സംസ്ഥാനത്ത് ഉടൻ തന്നെ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പനയ്ക്ക് അനുമതി നൽകില്ല എന്നാണ് സർക്കാർ നൽകുന്ന വിശദീകരണം. പുതിയ ഇനത്തിൽപ്പെട്ട മദ്യങ്ങൾ വിപണിയിൽ എത്തിക്കണമെങ്കിൽ എക്സൈസ് വകുപ്പിന്റെ പ്രത്യേക അനുമതി നിർബന്ധമാണ്. വിഷയത്തിൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ എതിർപ്പുമായി രംഗത്തെത്തിയ സാഹചര്യത്തിൽ അതൃപ്തി പരിഹരിക്കാനായി മുഖ്യമന്ത്രി ഘടകകക്ഷി നേതാക്കളുമായി നേരിട്ട് ആശയവിനിമയം നടത്തും. കോടതിക്കുള്ളിൽ കാപ്പ കേസ് പ്രതികളുടെ റീൽസ് ഷൂട്ട്. യുവാവിനെ കൈയോടെ പൊക്കി പോലീസ്. കൊല്ലത്ത് കോടതിയിൽ വിചാരണയ്ക്കായി ഹാജരാക്കിയ കാപ്പ പ്രതികളുടെ റീൽസ് ചിത്രീകരിച്ച് പ്രചരിപ്പിച്ച യുവാവ് പിടിയിൽ. പാരിപ്പള്ളി കല്ലുവാതുക്കൽ സ്വദേശി അക്ഷയാണ് അറസ്റ്റിലായത്. ഭീഷണി രൂപത്തിലുള്ള റീൽസ് ചിത്രീകരിച്ച ശേഷം പ്രതി തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ പ്രചരിപ്പിക്കുകയായിരുന്നു. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയിൽ കാപ്പ പ്രതികൾ അടക്കമുള്ളവരെ വിചാരണയ്ക്കായി ഹാജരാക്കിയപ്പോഴായിരുന്നു റീൽസ് ചിത്രീകരണം. പ്രതികൾ കോടതി മുറിയിൽ നിൽക്കുന്നതും അവരെ പുറത്തേക്ക് കൊണ്ടുവരുന്നതും കല്ലുവാതുക്ക സ്വദേശിയായ അക്ഷയ് മൊബൈൽ ഫോണിൽ പകർത്തി. ശേഷം ഭീഷണിപ്പെടുത്തുന്നതും ഭയപ്പെടുത്തുന്നതുമായ സംഭാഷണങ്ങൾ ഉൾപ്പെടുത്തി റീൽസാക്കി ഇൻസ്റ്റഗ്രാം പേജ് വഴി പ്രചരിപ്പിച്ചു. ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കൊല്ലം വെസ്റ്റ് പോലീസ് അക്ഷയെ അറസ്റ്റ് ചെയ്തു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പ്രകോപനപരമായി റീൽസ് ചിത്രീകരിച്ച് പ്രചരിപ്പിച്ചതിന് ഈ വർഷം 7 കേസുകൾ രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് അടക്കമുള്ള നടപടികൾ സ്വീകരിച്ചതായി പോലീസ് വ്യക്തമാക്കി. കോഴിക്കോട് ടോൾ പ്ലാസ ജീവനക്കാരനെ അപായപ്പെടുത്താൻ ശ്രമം. ടോൾ ബാർ വാഹനത്തിന് മുകളിൽ തട്ടിയെന്ന് ആരോപിച്ചാണ് ജീവനക്കാരനെ അപായപ്പെടുത്താൻ ശ്രമിച്ചത്. ടോൾ അടയ്ക്കാതെ പോകാൻ ശ്രമിച്ച കാർ തടഞ്ഞു നിർത്തുന്നതിനിടെ വാഹനം മുന്നോട്ടെടുക്കുകയായിരുന്നു. കാർ ഇടിക്കാൻ ശ്രമിച്ചപ്പോൾ ബോണറ്റിൽ തൂങ്ങിയ ജീവനക്കാരനെ ഏറെ നേരം മുന്നോട്ട് കൊണ്ടുപോയി. വാഹനം നിർത്തിയതിനു ശേഷം ജീവനക്കാരനെ നിലത്തിട്ട് ഉപദ്രവിച്ചു. പരിക്കേറ്റ ജീവനക്കാരൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തിൽ കാർ ഉടമകളോട് ഇന്ന് പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാലക്കാട് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ജീവനൊടുക്കി. ആര്യമ്പാവ് കുണ്ടൂർക്കുന്നിലാണ് സംഭവം. കൊമ്പത്ത് പള്ളത്ത് കോളനിയിൽ താമസിക്കുന്ന സുകുമാരനാണ് ഭാര്യ ദീപയെ വെട്ടിയ ശേഷം ആത്മഹത്യ ചെയ്തത്. ഇന്ന് രാത്രി 8:30 സംഭവം നടന്നത്. ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം സുകുമാരൻ ജീവനൊടുക്കുകയായിരുന്നു. ഗുരുതര പരിക്കുകളോടെ ദീപയെ വട്ടമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നാട്ടുകൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തിവരികയാണ്. കുടുംബ പ്രശ്നങ്ങളെ തുടർന്നാണ് ദീപയെ സുകുമാരൻ ആക്രമിച്ചതെന്നാണ് വിവരം. സംസ്ഥാനത്ത് വൻ ലഹരിവേട്ട. കോടികളുടെ മയക്കുമരുന്നുമായി 6 പേർ പിടിയിൽ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഇന്ന് നടത്തിയ പ്രത്യേക പരിശോധനകളിൽ മാരകായുധങ്ങളും കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്നും നിരോധിത ലഹരി വസ്തുക്കളും പിടികൂടി. വിവിധ ജില്ലകളിൽ നിന്നായി 6 പേരെ പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തു. തിരുവനന്തപുരം നരുവാമൂട്ടിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ വലിയറത്തല സ്വദേശി അജിത്ത് എന്ന യുവാവ് മാരകായുധങ്ങളുമായി പിടിയിലായി. ഇയാളുടെ വീട്ടിൽ നിന്ന് എയർഗണ്ണും വടിവാളും നരുവാമൂട് എസ് ഐ കിരൺകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം കണ്ടെത്തുകയായിരുന്നു. കൊല്ലം പുനലൂരിൽ വാടക വീട് കേന്ദ്രീകരിച്ച് നടത്തിയ റെയ്ഡിൽ 250ഓളം നിരോധിത പാൻ മസാല പാക്കറ്റുകൾ പുനലൂർ പോലീസും ഡാൻസ് ഓഫ് സംഘവും ചേർന്ന് പിടിച്ചെടുത്തു. സംഭവവുമായി ബന്ധപ്പെട്ട കുന്നിക്കോട് സ്വദേശി അൻവറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്.